വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IEFTയിലെ മൊഡ്യൂൾ 4ൻ്റെ ഓവർവ്യൂ ആണ്. ആദ്യം തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇൻകം എന്നുള്ളതും ഇൻഫ്ലേഷൻ, മാർക്കറ്റ്സ്. ഇതിൽ ഇൻകം എന്ന് പറയുമ്പോഴത്തേക്കും സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്കണോമിക് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഫ്ലോ ആണ് അവിടെ വരുന്നത്. അതിൽ ഒന്നാമത്തെ ഫ്ലോ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഫ്ലോ ഓർ റിയൽ ഫ്ലോ എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അതിൽ വരുന്നത്. ഇനി രണ്ടാമത് വരുന്നതാണ് മണി ഫ്ലോ. മണി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. എക്കണോമിയിൽ പ്രൊഡക്ട്സും മണിയും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഒരു സർക്കുലർ മാനറിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പ്രൊഡക്ട്സും മണിയും ഉള്ളത്. ഇതിനെയാണ് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അവിടെ 3 മോഡൽസ് ആണ് വരുന്നത്. 2 സെക്ടർ മോഡൽ ഓഫ് സർക്കുലർ ഫ്ലോ ഉണ്ട്, അതേപോലെ തന്നെ 3 സെക്ടർ മോഡൽ ഓഫ് സർക്കുലർ ഫ്ലോ ഉണ്ട്, പിന്നെ 4 സെക്ടർ മോഡൽ ഓഫ് സർക്കുലർ ഫ്ലോ ഉണ്ട്. അതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കാദ്യം 4 സെക്ടർ മോഡൽ ഓഫ് സർക്കുലർ ഫ്ലോയുടെ ഡയഗ്രാം പഠിക്കാം. ഇതാണ് ആ ഡയഗ്രാം. ഇതിൽ നിന്നും ഓരോന്ന് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി 2 ഡയഗ്രാം ആവും. 4 സെക്ടർ മോഡൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പൺ എക്കണോമി. അവിടെ സെക്ടേഴ്സ് ഇൻവോൾവ് ആയിരിക്കുന്നത് 4 എണ്ണമാണ്. ഹൗസ് ഹോൾഡ് ഉണ്ട്, ഫേംസ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ഫോറിൻ സെക്ടർ ഉണ്ട്. അവിടെ എന്താണ് അഡീഷണലി വരുന്നതെന്ന് വെച്ചാൽ എക്സ്പോർട്സ് വരുന്നുണ്ട്, മണി കമ്മിങ് ഇൻ, അതായത് ഇൻജെക്ഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് മണി ഗോയിങ് ഔട്ടാണ്, അതായത് ലീക്കേജ്. ഈ 2 കാര്യങ്ങളാണ് അഡീഷണലി ഇവിടെ വരുന്നത്. ഇതെന്ന് പറയുന്നത് റിയൽ വേൾഡ് എക്കണോമി മോഡലാണ്. ഇനി അടുത്തത് നോക്കാനാണെങ്കിൽ 3 സെക്ടർ മോഡൽ. അവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേ ഡയഗ്രാമിൽ നമ്മൾ ഹൗസ് ഹോൾഡ്, ഫേംസ്, ഗവൺമെൻറ്, ഫോറിൻ സെക്ടർ വേണ്ട, അതങ്ങ് വെട്ടിയിട്ട് ബാക്കി ഈ 3 എണ്ണം വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 സെക്ടർ മോഡലായി. ഇതാണ് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. ഇവിടെ അഡീഷണലി വരുന്നത് ഗവൺമെൻറ് കളക്ട്സ് ടാക്സസ്, ഗവൺമെൻറ് ഗീവ്സ് സ്പെൻഡിങ്. ഈ 2 കാര്യങ്ങളാണ് അവിടെ അഡീഷണലി വരുന്നത്. ഇൻട്രൊഡ്യൂസസ് ലീക്കേജ്. ലീക്കേജ് എന്ന് പറയുന്നത് ടാക്സസ് ആണ്. ഇൻജെക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ആണ്. ഇവിടെ ഫോറിൻ ട്രേഡ് ഇല്ല. ഇനി ലാസ്റ്റത്തെ നമ്മുടെ 2 സെക്ടർ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിൾ എക്കണോമിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ ഹൗസ് ഹോൾഡ്സും ഫേംസും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡയഗ്രാമിൽ ഈ 2 എണ്ണം മാത്രം വരച്ചാൽ മതി, ബാക്കി റിമൂവ് ചെയ്ത് വരയ്ക്കുക. ഇവിടുത്തെ ഫ്ലോ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ്സ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫേംസിന് കൊടുക്കുന്നത്. ഫേംസ് എന്ത് ചെയ്യുന്നു? അതിന് വേജസും റെൻറ്റും പ്രോഫിറ്റും ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു? ആ മണി ഗുഡ്സിന് സ്പെൻഡ് ചെയ്തിട്ട് അത് തിരിച്ച് ഫേംസിന് തന്നെ കിട്ടുന്നു. ഇവിടെ ഗവൺമെൻറ്റും ഫോറിൻ ട്രേഡും ഇല്ല. ഇത്രയാണ് സിംപ്ലി 3 മോഡൽസിനെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നോട്ട്സിൽ ചെക്ക് ചെയ്താൽ മതി. അത് ടെലിഗ്രാം ചാനലിൽ നോട്ട്സ് ഇടുന്നുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കവറായി പോകും. അപ്പോഴത്തേക്കും നാഷണൽ ഇൻകം ആണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക്. അവിടെ ഇൻകം, അതിൻ്റെ ഔട്ട്പുട്ട്, എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്, ന്യൂമറിക്കൽ പാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി അടുത്ത് വരുന്നതാണ് യൂസസ് ഓഫ് നാഷണൽ ഇൻകം, അതായത് എക്കണോമിക് പ്ലാനിങ്. അതൊക്കെയാണ് അവിടെ വരുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. പിന്നെ വരുന്നതാണ് ലിമിറ്റേഷൻസ്, അതായത് ആക്യുറസി ഇഷ്യൂസ്, അങ്ങനെയുള്ളതൊക്കെ നോക്കണം. പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അവിടെ ഗ്രാഫ് ഉണ്ട്, ഇൻഫ്ലേഷൻ്റെ ഡെഫിനിഷൻ നോക്കണം, കോസസ്, എഫക്ട്സ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇൻഫ്ലേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതിൽ മോണിറ്ററി മെഷേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ മെഷേഴ്സ് ഉണ്ട്, പിന്നെ അതർ മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കണം. ഇതിൽ മോണിറ്ററി മെഷേഴ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്നും പറഞ്ഞ് പിന്നെയും സ്പ്ലിറ്റ് ആവുന്നുണ്ട്, അതൊക്കെ നോക്കണം. അടുത്തതാണ് കീ ഡിഫറൻസസ്. ഈ മൊഡ്യൂളിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. അതേപോലെ തന്നെ ഫൈനൽ വെസസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണെന്ന് നോക്കണം. അതായത് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത് അവിടെ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ബോൺസും ഷെയറും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ മണി വെസസ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. അവിടെ ഇത് 2 നോക്കേണ്ടതാണ്. പിന്നെ മൊഡ്യൂൾ 4ൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയാനാണെങ്കിൽ നാഷണൽ ഇൻകം, അതിൻ്റെ പ്രോബ്ലം പാർട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ തന്നെ ഇൻഫ്ലേഷനും സ്കിപ്പ് ചെയ്യരുത്. ഇത്രയും കവർ ചെയ്യുമ്പോഴത്തേക്കും മൊഡ്യൂൾ 4 കഴിയും.